ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കോഴിക്കോട് പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അച്ഛനും അമ്മയും പാറും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി, ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:15 ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ 7:15 ആയിട്ടുണ്ടാവും. അങ്ങനെ ട്രെയിൻ വരണമെങ്കിലാണെങ്കിലോ 8:30 ആവും കേട്ടോ. അപ്പോൾ അതുവരെ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ട്രെയിനിന് വരുന്നവരെ. അങ്ങനെ പിന്നെ ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ കോഴിക്കോട് എത്തി കേട്ടോ. എത്തിയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം പ്ലാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഉച്ച ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലാവുമല്ലോ. അപ്പോൾ ഉച്ചയുടെ മുന്നേ തന്നെ വരാലോ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് കേട്ടോ. ബീച്ചിലേക്ക് ആദ്യം തന്നെ വന്നത്. അങ്ങനെ ബീച്ചിലൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെള്ളത്തിൻ്റെ അവിടേക്ക് പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അവിടെ പലതരം ബലൂൺസ്, ഹൈഡ്രജൻ ബലൂൺസ് പോലത്തെ, പിന്നെ പലതരം ഉപ്പിലിട്ടത്, അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലുലുക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ലുലുക്ക് പോവാം, പിന്നെ കോഴിക്കോട് മിഠായി തെരുവ് ഉണ്ടല്ലോ, അവിടേക്കൊക്കെ പോയിട്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഏതായാലും ബീച്ചിൽ വന്നല്ലോ. ബീച്ചിൽ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ കുറച്ച് ലേറ്റാവും, കളിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ തന്നെ ഒരു ഉച്ചയൊക്കെ ആവണതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ലുലുക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ണനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, പാറും അവിടെ നിൽക്കുന്നുണ്ട്, അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മേനെ കാണാത്ത എന്താ വെച്ചാൽ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കാടമുട്ട കഴിച്ചു കേട്ടോ. മസാലയൊക്കെ ഇട്ട ടൈപ്പ് ഉണ്ടല്ലോ, അത് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചു. ഉച്ചയായല്ലോ. പിന്നെ ഉച്ചയായ സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഉച്ച ചെയ്തോട്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ലുലുക്ക് പോകാനായിരുന്നു പ്ലാന്. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇത് പാർക്കല്ല, പക്ഷെ വേറൊരു നല്ലൊരു കളിക്കാനൊക്കെ പറ്റിയൊരു സംഭവമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. എക്സിബിഷൻ കഴിഞ്ഞതാണോ ഒന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ന്യൂ ഇയറിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് ഇതൊക്കെ കണ്ടപ്പോൾ പാറുവിനൊക്കെ അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാറുവിന് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞാനും പാറും കൂടിയിട്ട് ആ പാമ്പ് പോലത്തെ എൻ്റെ അടുത്തേക്കൊക്കെ പോകണം പറഞ്ഞപ്പോൾ ഞാൻ പാറുവിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ പാർക്കൊന്നുമല്ല, എക്സിബിഷൻ കഴിഞ്ഞതാ തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂ ഇയർ ഉണ്ടാവും. പിന്നെ പാറുവിനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഇതിൻ്റെ അടുത്ത് കുറച്ച് നിന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. കണ്ണനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ സംഭവത്തിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒന്നും കൂടി രസം ഉണ്ടാവുക രാത്രി ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇന്നലെ ന്യൂ ഇയർ ആയിരുന്നല്ലോ, അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ കല്ലൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ചിട്ട് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ എന്നിട്ട് കുറച്ചിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ 2026 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തന്നെ ആവും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ പാറുവിന് അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് അമ്മ പാറുവിനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ലുലുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ലുലുവിലെത്തി കേട്ടോ. അങ്ങനെ എത്തി ഞങ്ങളിനി ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട്
നടക്കുകയായിരുന്നു കേട്ടോ അങ്ങോട്ട്. പിന്നെ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് എത്തി. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ കളിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് പോകാമല്ലോ വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കളിക്കുന്ന ഏരിയയ്ക്ക് വരാമല്ലോ വെച്ചിട്ട് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഈ ബോൾസ് തൂക്കിയിട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന ഏരിയയിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ പാറുവിന് കാറിലൊക്കെ കയറണം പറഞ്ഞിട്ട് അങ്ങനെ ഇതിൽ കയറിയിരുന്നു കേട്ടോ അവൾ. അങ്ങനെ അതിൽ കളിക്കുകയാണ് പാറുവിന് ഇതാണെങ്കിൽ നല്ല ഇഷ്ടമായി കേട്ടോ ഇതിൽ കളിക്കാൻ. പിന്നെ വേറൊരു സംഭവത്തിൽ കയറി, ഇതിൽ കയറിയിട്ട് എന്ന് കളിക്കുകയായിരുന്നു. അപ്പം പാറു കളിക്കാൻ കണ്ടപ്പോൾ പാറുവിൻ്റെ കൂടെ കണ്ണനും കയറി കേട്ടോ കളിക്കാൻ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ടിരുന്ന് കളിക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പാറു പറയുന്നുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. പിന്നെ പാറുവിന് ഇങ്ങനത്തെ കളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വേറൊരു കളിക്കണയിൽ കയറി, അതിൽ കണ്ണനും പാറും കൂടിയിട്ട് തന്നെയാണ് കയറിയത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അതിലിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ലുലുന്ന് പോവാമല്ലോ, കോഴിക്കോട് മിഠായി തെരുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ലുലുന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. പിന്നെ മിഠായി തെരുവിലേക്ക് പോവാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ മിഠായി തെരുവിലെത്തി. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഓരോ ഷോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറിയിട്ട് ഒരു കടയിൽ. അപ്പോൾ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ ഞാൻ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെല്ലാവരും ഷേക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിഠായി തെരുവിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കുറ്റിപ്പുറത്ത് എത്തിയപ്പോഴത്തേനും ഒരു 7:45 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ലുലുന്ന് വാങ്ങിയ ഒരു കേക്കാണിത്. അപ്പോൾ അത് കഴിച്ചു ഞാൻ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബായ്.